അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ ആദ്യത്തിന് ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 4 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇതുപോലത്തെ അളവ് കപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഗ്ലാസിന്റെ അളവിൽ മാവ് അളന്നിട്ടെടുത്താൽ മതി. അപ്പൊ 4 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലേക്ക് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചെറിയൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരുപാട് കൂടി പോകരുത്, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് പഞ്ചസാര ഒന്നും ചേർക്കാതെ പൊടിച്ചെടുത്ത ഏലക്കാപ്പൊടിയാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി പോകരുത്, 1/4 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ അപ്പത്തിനൊക്കെ ഇടുന്ന അപ്പക്കാരമില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ 1/2 കിലോ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇതിവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് വേണ്ടത് നല്ല പഴുത്തിട്ടുള്ള പാളയംകുടം പഴമാണ് എടുത്തിട്ടുള്ളത്. പാളയംകുടം പഴം എന്ന് പറയുമ്പോൾ മൈസൂർ പഴമല്ലേ, അതാണ്, ഞാലിപ്പൂൻ പഴമല്ല. നല്ല പഴുത്തിട്ടുള്ള പാളയംകുടം പഴം തന്നെ എടുക്കുക. അതും 1/2 കിലോ ആണ് എടുത്തിട്ടുള്ളത്. 1/2 കിലോ മാവിന് 1/2 കിലോ പാളയംകുടം പഴം തന്നെ എടുക്കുക. 5 കുറച്ച് വലുപ്പമുള്ള പാളയംകുടം പഴമാണ് എടുത്തിട്ടത്. തീരെ ചെറിയ പാളയംകുടം പഴമാണെന്നുണ്ടെങ്കിൽ 2-3 അധികം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിന്റെ തൊലിയെല്ലാം മാറ്റി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് അരഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പഴം എടുക്കുന്ന സമയത്ത് നല്ല പഴുത്തിട്ടുള്ള പഴം എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കറച്ച ഉണ്ടാവും. ബാക്കി വന്നിട്ടുള്ള പാളയം കൂടെ പഴമൊക്കെ ഉണ്ടാവുമല്ലോ, അത് എടുക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. തൊലി കറുത്തിട്ടുള്ള ബാക്കിയുള്ള പാളയം കൂടെ പഴം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ശർക്കരയിലും ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് നിറച്ച് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല മധുരമുണ്ട്. ഇത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര കുറച്ച് എടുത്താൽ മതിയാകും. അവരവരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ നമ്മൾ ഏലക്ക ചേർക്കുന്നില്ല. നമ്മൾ നേരത്തെ മാവ് മിക്സ് ചെയ്ത് എടുത്തപ്പോൾ ഏലക്ക പൊടി ചേർത്തിട്ടുണ്ട്. അപ്പൊ ഏലക്ക പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്ക ഒരു 5-6 ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിന്റെ തൊണ്ട് മാറ്റിയിട്ട് ഏലക്കയുടെ കുരു മാത്രം ചേർത്ത് കൊടുത്ത് ഇതിന്റെ കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇതിൽ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പൊ ആ പഴം അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് അരച്ചെടുക്കേണ്ടത്. ചെറിയ ജീരകമൊന്നും നല്ലതുപോലെ ഒന്നും അരഞ്ഞു കിട്ടില്ല. ഇതുപോലെ ചെറിയ ചെറിയ തരികളോട് കൂടി കിടക്കേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകത്തിന്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഇടയ്ക്ക് നമുക്ക് ചെറിയ ജീരകം കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ പഴം അടിച്ചെടുത്തത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. മുഴുവനും അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പഴം അടിച്ചതും ഗോതമ്പ് പൊടിയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് കട്ടിക്കല്ലേ ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പൊ സാധാരണ പച്ചവെള്ളം തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാനെടുത്ത 1 കപ്പ് വെള്ളം ഫുള്ളായിട്ട് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ഓരോ ഗോതമ്പ് പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിന്റെ അളവിനും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഞാൻ 250 ml കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. കറക്റ്റ് പാകത്തിന് ഇതാ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു രീതിക്കാണ് മാവ് കുഴച്ചെടുക്കാൻ. ഇനി മാവ് 1-2 മിനിറ്റ് നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കണം. അതിന് മുമ്പായിട്ട് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നിലക്കടല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പഴവും ഗോതമ്പ് പൊടിയും അത് മാത്രം വെച്ചിട്ട് ചെയ്തിട്ടെടുത്താലും അത് നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിലക്കടല നല്ലതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തത്. ചെറിയ ചെറിയ തരികളോടുകൂടി പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കശുവണ്ടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പൊ പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ചെയ്തിട്ട് ഇത് എടുക്കാവുന്നതാണ്. ശർക്കര ആകുമ്പോൾ കല്ലും മണ്ണും ഇല്ലാത്ത ശർക്കര ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് നേരിട്ട് ചേർത്ത് കൊടുക്കുക. കല്ലും മണ്ണും ഉള്ള ശർക്കര ആണെന്നുണ്ടെങ്കിൽ മധുരത്തിനനുസരിച്ചുള്ള ശർക്കര എടുത്തിട്ട് അതിലൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി ചൂട് മാറിയിട്ട് വേണം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാൻ. അപ്പൊ എനിക്കിപ്പോ പഞ്ചസാരയിൽ ചെയ്തിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നി. പഞ്ചസാരയിൽ ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ. അപ്പൊ അതുകൊണ്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതിനനുസരിച്ചിട്ട് ശർക്കരയിലോ പഞ്ചസാരയിലോ റെഡിയാക്കി എടുക്കാവുന്നതാണ്.
ശർക്കര ആകുമ്പോൾ എത്രയാണോ മാവ് എടുത്തിട്ടുള്ളത്, 1 കിലോ മാവിന് ഒരു 1/4 കിലോ ശർക്കരയും എടുക്കാം. 4 കപ്പ് ഗോതമ്പ് പൊടിക്ക് 2 കപ്പ് ശർക്കര എടുക്കാം. ആവശ്യത്തിനുള്ള മധുരത്തിനാണ് പറഞ്ഞത്. അത്രയും മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1.5 കപ്പ് ശർക്കര എടുത്താൽ മതി. നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ചെടുത്ത മാവ് കൈ ഒന്ന് നനച്ചിട്ട് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വെക്കുക. മാവ് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം. ഇപ്പൊ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് ഇതാ കറക്റ്റ് പാകത്തിന് ഇതാ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം റെഡിയാക്കി എടുക്കാൻ. അപ്പം അഥവാ നിങ്ങൾക്ക് കുറച്ച് കട്ടി കൂടി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. കയ്യിൽ വെള്ളം നനച്ചിട്ട് ഇങ്ങനെ കുറച്ച് മാവ് എടുക്കുക. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ വേണം എടുക്കാൻ. എന്താ ഒരു ഉണ്ണിയപ്പത്തിന്റെ കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. എല്ലാ കുഴികളിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഒരു കുഴിയുടെ ഒരു 1/4 ഭാഗത്തോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത ഓരോ ഉരുളയും ഇതിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കാം. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചും കൂടെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു കുഴിയുടെ 1/4 ഭാഗമല്ലേ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ അതുപോലെ തന്നെ ഉണ്ട്, എണ്ണ ഒട്ടും കുടിക്കില്ല. അപ്പം ഇനി ഈ വശവും നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇപ്പോൾ 2 വശവും നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നങ്ങ് എടുത്ത് മാറ്റാം. ഉണ്ടല്ലേ, 2 വശവും മൊരിഞ്ഞ് വന്നു. അപ്പം കണ്ടില്ലേ, ഒട്ടും എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ കുറച്ച് മാത്രമേ ആയിട്ടുള്ളൂ, അതുപോലെ തന്നെ ഉണ്ട്. ബാക്കിയിരിക്കുന്നത് വേറെ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ ഉണ്ടംപൂരി എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പല സ്ഥലത്ത് ഇത് പല പേരിലാണ് അറിയപ്പെടുന്നത്. ഉണ്ടംപൂരി, പഴക്കേക്ക് അല്ലെങ്കിൽ ബോണ്ട. പല സ്ഥലത്ത് പല പേരിലാണ് അറിയപ്പെടുന്നത്. ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെയാണ് ഈ ഉണ്ടംപൂരി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കാണിച്ചല്ലോ, കുറച്ച് എണ്ണയുടെ ആവശ്യമുള്ളൂ. ഇങ്ങനെ നമ്മൾ ഉണ്ണിയപ്പ ചട്ടിയിലിട്ട് നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റൗണ്ട് ഷേപ്പും കിട്ടും. കുറച്ച് എണ്ണയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് എണ്ണ കോരി ഒഴിച്ചിട്ട് നമുക്ക് ബോണ്ട തയ്യാറാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി ഇത് മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, ഉള്ളൊക്കെ നല്ലോണം വെന്ത് അടിപൊളിയായിട്ട് ഇതാക്കിയിട്ടുണ്ട്. നല്ല ചൂടാണ്. നിങ്ങൾ എന്തായാലും ഗോതമ്പ് പൊടി വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്